ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പനീർ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടി, ശകലം ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. വേറൊരു പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ശകലം ഗരം മസാല, ശകലം കാഷ്യൂവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ശകലം വിനാഗിരി, ഒരു നുള്ളു പഞ്ചസാര, സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്ത് ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് വന്നിരിക്കുന്ന സ്പ്രിംഗ് ഓനിയനും കൂടെ തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്